ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോയാബീൻ വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ സോയ ഞാൻ ചെറിയ സോയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ അത് 4 ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഒരുപാട് തിളക്കണമെന്നില്ല, എന്നാൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് സോയ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുള്ള സോയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏകദേശം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ സോയാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് വെക്കും. എന്നിട്ട് പിന്നെ നമ്മളെടുത്ത് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ചൂടൊന്ന് ചെറുതായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം ഇതിലേക്ക് വെള്ളം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ കുറച്ചൊന്ന് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലുപ്പമുള്ള സവാളയൊന്നുമല്ല, ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1-1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരി ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മസാല ഒന്ന് പുരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകിൽ ചെറിയ സോയ എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കുക. എന്നാലേ നന്നായിട്ട് സോയയിൽ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കാതെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഉലർത്തിയെടുക്കണം. ഇതിൽ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തോളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല രസമുണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാൻ നോക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കുക. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.